ചേട്ടൻ്റെ ഒരു കാലിൽ ഉപ്പൂറ്റിയിലാണെങ്കിൽ എല്ല് ശകലം വളരുന്നുണ്ട്. അതിനുള്ള എക്സസൈസാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. കാല് ഭയങ്കര വേദന ഇരുന്നിട്ട് എണീക്കുമ്പോൾ. അങ്ങനെ ഒരു ഡോക്ടറെ ചെന്ന് കണ്ടപ്പോഴാണ് പുള്ളി തെറാപ്പി ചെയ്തല്ലേ തെറാപ്പി ചെയ്ത് എന്നിട്ട് ചെയ്യാനുള്ള എക്സസൈസും കൂടി പറഞ്ഞു തന്ന്. അപ്പം ചേട്ടൻ തെറാപ്പി ചെയ്തതിന് ശേഷമുള്ള എക്സസൈസ് ചെയ്യുവാണ് കേട്ടോ. അപ്പോൾ അതിൽ മോളും കൂടി ചേർന്നതാണ്. മോൾ എന്നിട്ട് അവിടെ കിടന്ന് ചാടി മറിയാണ് എക്സസൈസ് ചെയ്യാനെന്നും പറഞ്ഞ് വന്നിട്ട്. അവസാനം ഭയങ്കര ബഹളമായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു വിട്ട്. എന്നിട്ട് ഞാനും അതിൻ്റെ കൂട്ടത്തിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഒരെല്ല് കൂടുതലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലത്തെ എക്സസൈസ് ചെയ്താൽ പക്ഷേ ആദ്യം ഫസ്റ്റ് ഒരു ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്തതിന് ശേഷം മാത്രം ഡോക്ടറിൻ്റെ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്യുക. കൂട്ടത്തിൽ അവർ തന്നെ പറഞ്ഞു തരും എന്തൊക്കെയാണ് എക്സസൈസ് ചെയ്യാനുള്ളതെന്ന്. അപ്പോൾ ആ എക്സസൈസ് ഫോളോ ചെയ്യുക. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇപ്പം ചേട്ടൻ കാണിക്കുന്ന കണക്ക് 45 പ്രാവശ്യമാണ് ചെയ്യാനുള്ളത് കേട്ടോ. ഓരോ പ്രാവശ്യവും കാല് ജസ്റ്റ് മുട്ട് വളയാതെ പൊക്കി വച്ചിട്ട് അത് കുറച്ച് നേരം 10 വരെ എണ്ണുന്ന ആ ടൈം വരെ ഹോൾഡ് ചെയ്ത് വെച്ചേക്കണം. എന്നിട്ടേ താക്കാവുള്ളൂ. അങ്ങനെ 45 പ്രാവശ്യം ഒരെണ്ണം ചെയ്യണം. പിന്നെ ഉള്ളൊരു എക്സസൈസ് എന്ന് പറയുമ്പോഴത്തേക്ക് കാലിനെ നിവർത്തിയാണ് ചെയ്യേണ്ടത്. കുറച്ച് നേരം ഹോൾഡ് ചെയ്ത് വെച്ചിട്ട് വീണ്ടും നിവർത്തണം. പിന്നെ ഒരെണ്ണം ഉള്ളതെന്ന് പറയുമ്പോഴത്തേക്ക് തറയിലാണ് നിൽക്കാനുള്ളത്. തറയിൽ നിന്നിട്ട് ഉപ്പൂറ്റി തറയിൽ തൊടാതെ പൊങ്ങി നിന്നിട്ട് പിന്നെ വീണ്ടും കുറച്ച് കഴിഞ്ഞിട്ട് ഉപ്പൂറ്റി താക്കണം. അങ്ങനെ 15 പ്രാവശ്യം ചെയ്യാനുള്ളത്. ഞാൻ പിന്നെ സ്പ്രിങ്ങിൻ്റെ മണ്ടയിൽ തന്നെ കുറച്ച് നേരം നിൽക്കണേ. ഇത് സ്പ്രിങ്ങിൻ്റെ മണ്ടയിലല്ല നിൽക്കാനുള്ളത്, കട്ടിലിൻ്റെ മണ്ടയിലല്ല നിൽക്കാനുള്ളത്, തറയിൽ നിന്നിട്ടാണ് അത് ചെയ്യാനുള്ളത്. ഇത് കട്ടിൽ കിടന്നിട്ട് ചെയ്യുന്ന തന്നെയാണ് നല്ലത്. എന്തായാലും ആർക്കെങ്കിലും ഒരു എല്ല് കൂടുതലുണ്ടെങ്കിൽ അവർ ഇതുപോലെ ചെയ്താൽ നല്ലതായിരിക്കും. 2 കാലിനും ചെയ്യണം കേട്ടോ. പിന്നെ അങ്ങനെ സത്യത്തിൽ എല്ല് വളർച്ച അധികം വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാം, കാൽസ്യത്തിൻ്റെ അളവ് കൂടുമ്പോഴാണ് അങ്ങനെ വരുന്നതെന്ന് പറയുന്നത്. ഫുഡിൻ്റെത് കൊണ്ടല്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. എന്നാലും നമ്മൾ ഫുഡിൽ കാൽസ്യമുള്ള ഫുഡൊക്കെ ഉണ്ടെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. നെത്തോലി മീൻ, പിന്നെ കാരൽ, അങ്ങനെയുള്ള മീനൊക്കെ കാൽസ്യം കൂടുതലുള്ള മീനാണ്. അതൊക്കെ വേണമെങ്കിൽ ലൈറ്റായിട്ടൊന്ന് ഒഴിവാക്കുന്നത് നല്ലതാണ്. കാൽസ്യം അടിഞ്ഞു കൂടിയിട്ടാണ് ഇങ്ങനെ നമ്മുടെ കാലിൽ അല്ലെങ്കിൽ എല്ല് വളർച്ച അധികം വരുന്നതെന്നാണ് പറയുന്നത്. ചേട്ടനെന്ന് വെച്ചാൽ ഇരുന്നിട്ട് എണീക്കുമ്പോഴത്തേക്ക് ഒരു വേദനയാണ്. കുറേ നാളുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഇന്നലെ പോയായിരുന്നു ഹോസ്പിറ്റലിൽ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ പുള്ളി തെറാപ്പി ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇങ്ങനെ ഒരു എക്സസൈസും കൂടി ചെയ്യണം. അത് ഇങ്ങനെ എക്സസൈസ് ചെയ്യാൻ പറഞ്ഞതെന്ന് വേറൊന്നും കൊണ്ടല്ല, ചേട്ടാ എറണാകുളത്താണ് കൂടുതലും ഓഫീസിൽ അവിടെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെയാണ് കൂടുതൽ നിൽക്കുന്നത്. അപ്പോൾ വീക്ക് ഓഫിൻ്റെ തന്നെ നാട്ടിൽ വരത്തുള്ളൂ. അപ്പോൾ എന്നും ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്തതുകൊണ്ട് കുറച്ച് ദിവസം ചേർത്തത് ഹോസ്പിറ്റലിൽ പോയി തെറാപ്പി ചെയ്യാനുള്ള സംഭവമാണ്. പറ്റാത്തത് കൊണ്ട് പുള്ളി ഡോക്ടർ എക്സസൈസും കൂടി പറഞ്ഞു കൊടുത്തതാണ്. ഇനി നെക്സ്റ്റ് വീക്ക് വരുമ്പോഴത്തേക്ക് വീണ്ടും അവിടെ പോയി തെറാപ്പി ചെയ്യണം. പിന്നെ ഇത് നമുക്ക് കാണുമ്പോൾ ഭയങ്കര എളുപ്പമുള്ളതാണെന്ന് തോന്നും ഗെയ്സ്, പക്ഷേ അങ്ങനെയല്ല. ഇത് ഭയങ്കര പാടുള്ള സംഭവമാണ്. ഞാൻ അവിടെ കമന്ന് കിടക്കുന്നില്ല, എൻ്റെ കൈ ഇങ്ങനെ മുഖത്തിന് മറഞ്ഞിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റാത്തതാണ്. ഞാൻ സത്യത്തിൽ അവിടെ ചിരിച്ചോട്ടാണോ കരഞ്ഞോട്ടാണോ കിടക്കണതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. കാര്യം ഭയങ്കര അങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്ക്. മുട്ട് വളയാതെ നിവർത്തി അങ്ങനെ വെക്കാമെന്ന് വെച്ചാൽ ഭയങ്കര പാടുള്ള കാര്യമാണ്. അവസാനം ഞാൻ തളർന്നുകൊണ്ട് പകുതി വഴിയിൽ വെച്ച് എക്സസൈസ് നിർത്തിയിട്ട് പോവുകയാണ് ചെയ്തത്. പക്ഷേ ഇല്ല, ബാക്കി 2 കൂടി ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്ന് അതിൽ കാണിച്ചിട്ടാണ് പോയത്. ചേട്ടൻ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ ടാറ്റാ ബൈ ബൈ ഗൈസ്.